സിറിയൻ മുൻ പ്രസിഡന്റ് ആസാദ് ബഷാർ അൽ അസാദ് അദ്ദേഹം റഷ്യയിലാണ് എത്തിയെന്ന് റഷ്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന അദ്ദേഹം റഷ്യയിൽ വളരെ സേഫാണ്, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോഴയാൾ സേഫാണ്. പക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധം കഴിയുമ്പോൾ ഈ ആസാദ് അവിടെ സേഫ് അല്ല. ആസാദ് അവിടെ നിന്നല്ല, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സേഫായിരിക്കും, അല്ലാതെ ലോകത്തൊരു രാജ്യത്ത് പോയാലും അയാൾ സേഫ് അല്ല. ഇത് മനസ്സിലാക്കേണ്ട റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ് പുടിൻ ഇപ്പോഴത്തെ ആ വെസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇതുമായിട്ടൊക്കെ ഉടക്കിൽ നിൽക്കുന്നത്. കാരണം അയാളുടെ നേരെ അലയൻസ് പാർട്ട്ണറായിരുന്നു സിറിയയും അതേപോലെ നേരെ ഇറാനും. പക്ഷേ ഈ റഷ്യ ഉക്രൈൻ വാറ് കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഒരേ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ആസാദിനെ പ്രോസിക്യൂട്ട് ചെയ്യണം. ചിലപ്പം റഷ്യ അതിൻ്റെ ഒരു ന്യായം വെച്ചേക്കും, ആ സിറിയയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു രാജ്യത്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കും. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, ഒരു കാര്യം മാത്രമൊന്നുമല്ല. കാരണം 5 ലക്ഷം പേരെയാണ് അവർ കൊല്ലപ്പെടുകയോ അവരെ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വലിയ സംഭവം. 5 ലക്ഷം പേരെന്ന് പറയുന്നത് 13 വർഷം കൊണ്ട് ഒരു രാജ്യത്തെ 5 ലക്ഷം പേരെ കാണാതാവുന്നു, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ. അതേപോലെ തന്നെ ഏകദേശം 3 കോടിയോളം ആളുകളാണ് ഡിസ്പ്ലേസ്ഡ് ആയി പോയത്. അതായത് ആ രാജ്യം വിട്ട് പല രാജ്യങ്ങളും അഭയാർത്ഥികളായി പോയത്. അതിൽ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ടർക്കിയിലാണ്. ഏകദേശം 30 ലക്ഷം പേര്. ഇത് 2-3 കോടിയാണ് ആൾക്കാർ. കാരണം ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു പ്രളയമായിരുന്നു, റെഫ്യൂജി പ്രളയമായിരുന്നു ഈ സിവിൽ വാറിൽ സിറിയയിലുണ്ടായത്. അതിൽ ഏറ്റവും വലിയ തെറ്റ് കാണിച്ചിരിക്കുന്ന സംഭവം, ഈ ശത്രുക്കൾക്കെതിരെ അവിടെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ആസാദ് അയാൾ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ വെപ്പണാണ്. അതൊരിക്കലും ലോകം സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പം ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സ് എടുത്ത് വരുമ്പോൾ ആസാദ് അവിടെ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയാൾ റഷ്യയിൽ ഈ പറയുന്ന പുടിൻ അയാളെ അവിടെ നിർത്തുമെന്ന്? കാരണം വലിയ പ്രശ്നമാകും. കാരണം റഷ്യ എന്ന് പറയുന്ന പല രാജ്യങ്ങളുടെ ഇപ്പോഴും ശത്രു അല്ല. പല രാജ്യങ്ങൾ ഇന്ത്യയുടെ ശത്രു അല്ല. അതുപോലെ പല അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് നല്ല ഡിപ്ലോമസി ഉണ്ട്, നല്ലൊരു നയതന്ത്ര ബന്ധമുണ്ട്. ഇപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഈ ഉക്രൈൻ്റെ വിഷയം അതൊക്കെ നാളെയോ മറ്റന്നാളോ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് പഴയ രീതിയിലാകാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യക്കൻ ട്രേഡ് നടത്തിയേ മതിയാകത്തുള്ളൂ. ഈ രാജ്യങ്ങൾക്കെല്ലാം ഗ്യാസ് വേണം. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഗ്യാസ് കൊടുക്കുന്ന രാജ്യം ഈ റഷ്യയെ. കാരണം റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ ഇട്ടേക്കുവാണ് ഈ രാജ്യങ്ങളിലോട്ടൊക്കെ. അപ്പോൾ ആ ഒരു ട്രേഡും ബന്ധവും ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പും മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഷ്യ എന്ന് പറയുക പുടിൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും ചില കാര്യങ്ങളിലൊക്കെ റഷ്യക്ക് ഈ പിടിവാശിയൊന്നും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് നല്ല ബന്ധമാണ്. സൗദി ആണെങ്കിലും UAE ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. ഇപ്പം റഷ്യയുടെ ഈ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ അസറ്റ്, അതായത് അവരുടെ പലയിടത്തും നിക്ഷേപം അത് ഫ്രോസൺ ചെയ്ത സമയത്ത് ഈ അറേബ്യൻ രാജ്യങ്ങൾ അത് ഫ്രീസ് ചെയ്തില്ല. കാരണം റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിനുശേഷം അവിടെ പ്രശ്നമുണ്ടായി, പല റഷ്യക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഏറ്റവും കൂടുതൽ റഷ്യക്കാർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന UAE-യിൽ. അതുകൊണ്ടാണ് UAE-യുടെ ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പൊങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുത. അപ്പോൾ ഈ UAE ആണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമാണ് എല്ലാവരുമായിട്ടും ശത്രുവായിട്ട് പോകാൻ റഷ്യ സമ്മതിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇത് കൂടുതൽ നാൾ ആസാദിന് അവിടെ നിൽക്കാൻ പറ്റും. കാരണം അയാൾക്കെതിരെയുള്ള ചാർജസ് എന്ന് പറയുന്നത് ലോകം മുഴുവനും ഒന്നടങ്കം പറഞ്ഞ് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, ബ്രൂട്ടലി വളരെയധികം പേര്, 5 ലക്ഷം പേരെ, ചെറിയൊന്നുമല്ല, 5 ലക്ഷം പേരെയാണ് അയാൾ കൊന്നതും കാണാതായതും പലയിടത്തിട്ട് വളരെ ബ്രൂട്ടാലിറ്റിയാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ ഹിസ്ബുള്ള ഉപയോഗിച്ച് മറ്റുള്ള ചില ആൾക്കാരെ വെച്ച് തമ്മിലടിപ്പിച്ചു, സുന്നികളെ വെച്ച് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി അടുപ്പിച്ചു. ഇതൊക്കെ ഓരോ സ്റ്റോറികൾ ഓരോന്നായിട്ട് വരികയാണ് ഇപ്പോഴും. അതേപോലെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്രൈസിസിലോട്ട് കൊണ്ടുപോയി. ഒരു 2-3 കോടി ആൾക്കാർ ഡിസ്പ്ലേസ് ആവുക എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ പട്ടിണിയിലോട്ടാണ് പോയത്. കാരണം ഇവിടെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം സിറിയയിലായി. കഴിക്കാൻ പോലും ആഹാരമില്ലാതായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഈ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പല രാജ്യത്തും പോയി ഇന്ന് അവർക്ക് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ട്. ഈ സ്റ്റോക്ക്ഹോമിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും പല രാജ്യങ്ങളിലും ഇന്നലെ നടന്ന ഈ ആഹ്ലാദത്തിനകത്ത് ആളുകൾ പറയുന്ന സംഭവമുണ്ട്. അവരുടെ ജ്യേഷ്ഠനെ കൊന്നു, അവരുടെ അമ്മയെ കൊന്നു, അതായത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ ജയിലിലിട്ട് വെടിവെച്ചു കൊന്നു, അവർക്ക് വിഷം കൊടുത്തു കൊന്നു. ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് പറയുകയാണ്. അപ്പം ഇത് സിറിയക്കാർ തന്നെയാണ് പറയുന്നത്. അപ്പം ഈ സിറിയ നന്ന് അഭയാർത്ഥികളായിട്ട് പോയവരാണ് ഈ പറയുന്നത്. അവരുടെ ആ രാജ്യത്ത് അവിടെ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ച് അവിടെ ഈ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അറേബ്യൻ ഈ സ്പ്രിങ്, അതായത് ഈ മുല്ലപ്പൂ വിപ്ലവം, മലയാളത്തിൽ അതിനാ പറയുന്നത്. കാരണം അതുണ്ടായ ശേഷം ഈ രാജ്യത്ത് മാത്രമാണ്, ബാക്കി എല്ലായിടത്തും ട്യൂണീഷ്യ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും എല്ലായിടത്തും റിജീം ചേഞ്ചായി. ഇപ്പം ഇവിടെ റിജീം ചേഞ്ചിൻ്റെ മാത്രമൊന്നുമല്ല, അവിടെ ആരൊക്കെ ഏതൊക്കെ പ്രതിപക്ഷ ഭാഗത്ത് ആരൊക്കെ വരാൻ ശ്രമിക്കുന്നു അവരെയൊക്കെ നാശമാക്കാനും കൊല്ലാനും വേണ്ടി മാത്രമാണ് ആസാദ് ശ്രമിച്ചത്. അയാൾക്ക് സപ്പോർട്ട് കിട്ടിയത് റഷ്യയാണ് വന്ന് ഈ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഈ ഈ പറയുന്ന റിബൽ ഗ്രൂപ്പിനെ ബോംബ് ചെയ്യാൻ മുന്നിട്ട് നിന്നത്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് മറ്റുള്ള ചില റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ രാജ്യത്തെ നശിപ്പിച്ചു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഡോക്ടർ, അയാൾ ബേസിക്കലി ഒരു ഡോക്ടറാണ്. അയാൾ പഠിച്ചത് ഡമാസ്കസിലാണ് പഠിച്ചത്. അവിടുന്ന് ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്ദേഹത്തിൻ്റെ ആദ്യയാളുടെ ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് അസുഖബാധിതനായ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ബ്രദർ. അതിനുശേഷം പ്രായമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പം ഇയാളെ അടുത്ത ആളായിട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇയാൾ പൊളിറ്റിക്സിന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി. ആദ്യമൊക്കെ ഇയാൾ കയറിയപ്പം വളരെ റിഫോമിസ്റ്റും മോഡേണിസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നീടാണ് ഏറ്റവും ഭരണം നിർത്തുവാൻ വേണ്ടി ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും കുഴിച്ചങ്ങ് മൂടി. അത് ചെയ്ത് ഇയാളാണ്. അപ്പോൾ ഇയാളെ എത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കും? അറേബ്യൻ രാജ്യങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്കാണ് GCC ലീഗിൽ ഇയാളെ ഇൻവൈറ്റ് ചെയ്യാൻ ഈ അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചത്. അതിനുമുമ്പ് ഇയാളെ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. ഇയാൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് സുന്നികളെ അറ്റാക്ക് ചെയ്യാൻ മാത്രം അവരുടെ പള്ളികൾ വരെ പൊളിച്ചതാണ്. അപ്പം അത്ര ക്രൂരനായ ഭരണാധികാരി. അപ്പം അയാളെ ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്നത് എത്ര നാൾ താങ്ങാൻ പറ്റും? ഉറപ്പായിട്ട് റഷ്യ പോലും കൈവിടും. പക്ഷേ റഷ്യ ഒരു ഡിമാൻഡ് വെക്കും, ഇയാളുടെ പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ട്രയലൊക്കെ നടത്തുന്നത് ഒരു ന്യൂട്രൽ രാജ്യത്ത് വെച്ചായിരിക്കണം. അപ്പോൾ അതിനകത്ത് ഈ ചാർജുകളെല്ലാം അയാൾ തലയിൽ കയറി വരുമ്പോൾ അയാളുടെ ലൈഫിലേക്ക് പുറത്തിറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾ തൂക്കിക്കൊല്ലും. കാരണം അത്ര ക്രൂരമായ രീതിയിലാണ് ഇയാൾ പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം റഷ്യ ഇയാൾക്ക് അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന്. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രഷറിലെല്ലാം വന്ന് റഷ്യ എന്നെ പറയും എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയും. വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം, ഇതേപോലെയുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് ലോകത്തെവിടെയും നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് ലോകം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഈ പറയുന്ന ആസാദിൻ്റെ ഫേറ്റ്. അതേ സംഭവമാണ് അയാൾക്കും ഉണ്ടാകാൻ പോകുന്നത്.